ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭക്തലക്ഷങ്ങളുടെ ഹൃദയഹാരിയായ ആ വിളികൾ ഇന്ന് ഗുരുവായൂർ അമ്പലമുറ്റത്ത് ഇങ്ങനെ അലയടിക്കുകയാണ്. മംഗളകരമായ ഈ ദിനത്തിൽ ഉച്ചപൂജയ്ക്ക് നട തുറന്നപ്പോൾ കണ്ടത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു മഹാദർശനമാണ്. നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ചതുർബാഹുവായ നാരായണനായി ഭക്തർക്ക് ദർശനം നൽകിയത്. സർവാലങ്കാര വിഭൂഷിതനായി മന്ദഹാസം തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദ വിഗ്രഹത്തെയാണ് നമുക്കിന്ന് കാണാൻ പറ്റിയത്. ഭഗവാൻ ചതുർബാഹു രൂപത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. 4 തൃക്കൈകളിലായിട്ട് ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച നാരായണ രൂപത്തിലാണ് ഭഗവാന്റെ അലങ്കാരം. ശംഖ് എന്ന് പറയുന്നത് ആദിനാദമായ പ്രണവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചക്രം കാലചക്രത്തെയും ദുഷ്ടനിഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഗദ അധർമ്മത്തെ തകർക്കുന്ന ശക്തിയുടെ പ്രതീകമായിട്ടാണ്. പത്മം എന്ന് പറയുന്നത് വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവ്, ഭക്തന്റെ വിടർന്ന ഹൃദയത്തെയും സമാധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ 4 ആയുധങ്ങളോടും കൂടി നിൽക്കുന്ന ഭഗവാൻ ഭക്തന്റെ സർവ്വക്ലേശങ്ങളും ഇല്ലാതെയാക്കണു എന്നാണ്. ഭഗവാന്റെ തിരുമയിൽ ഇന്ന് പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു വസന്തം തന്നെ തീർത്തിരിക്കുകയാണ്. കഴുത്തിൽ ചേർത്ത് വെച്ച അതിമനോഹരമായ മുല്ലമൊട്ടുമാലയും അതിൻ്റെ നടുവിലായിട്ട് തിളങ്ങണ പതക്കവും ഉണ്ട്. തിരുമുടിയിൽ പൂക്കൾ കോർത്തൻ മാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിധാനായിട്ടും 5-6 ഉണ്ട മാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂക്കളും ചേർത്ത മാലകളാണിതെല്ലാം. താമരയും തുളസിയും കോർത്ത പ്രത്യേക മാലകളും ഉണ്ട്. ഈ പുഷ്പങ്ങൾ ഓരോന്നും ഭക്തരുടെ അർപ്പണബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതി തന്നെ ഭഗവാനെ പൂജിക്കാനായി മാലകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ ശിരസിൽ നോക്കി നോക്കൂ. ശോഭിക്കുന്ന പൊന്നും കിരീടം സൂര്യപ്രഭയേക്കാൾ തിളക്കമുള്ളതായിട്ടാണ് കാണുന്നത്. അതിന് താഴെയായിട്ട് 2 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണ്ണഗോപിയും ചെവിപ്പൂക്കളും ഭഗവാനിൽ ചാർത്തിയിട്ടുണ്ട്. തിരുമുഖത്തിൻ്റെ ശോഭ അങ്ങനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ അലങ്കാരങ്ങളും ഉള്ളത്. അരയിൽ മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്ത്, അതായത് പീതാംബരം ചാർത്തി നിൽക്കുകയാണ് ഉണ്ണി ചതുർബാഹു രൂപത്തിൽ. കൈവളകളുണ്ട്, തോൾവളകളുണ്ട്. എല്ലാം കൂടി നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അങ്ങ് മന്ത്രിച്ചു പോവും. ഭഗവാനെ കൃഷ്ണ നാരായണ 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 എന്ന് വിളിച്ചു പോവും. ആ സച്ചിദാനന്ദമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും നമസ്കരിക്കാം. ആ തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ച് ഭക്തരായ നമുക്കുള്ള ഏക അഭയം ആ പാദങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ പാദങ്ങളിൽ മുറുകെ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുഞ്ചിരി തൂകി നിൽക്കണ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് നമുക്ക് ഉറക്കെ നാമജപം നടത്താം. എല്ലാവർക്കും ഒരുമിച്ച് നാമജപം ചെയ്യാം. നാരായണ നാരായണ നാരായണ. ഗുരുവായൂരപ്പൻ്റെ ഈ ചൈതന്യം എല്ലാവരുടെ ജീവിതത്തിലേക്കും വരട്ടെ എന്നും ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ.